സോ അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫസ്മിന സാഖ് ഒരു ഇൻസ്റ്റാഗ്രാം ഫെയിമാണ്. പുള്ളിക്കാരിക്കൊരു കഴിഞ്ഞ കാലം കൊണ്ട് ഞാനത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയുന്നില്ല. കാര്യം പാസ്റ്റ് ഈസ് പാസ്റ്റ്. സോ പുള്ളിക്കാരിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്നാണെന്ന് തോന്നുന്നു കല്യാണം. ഞാൻ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഇങ്ങനെ നോക്കി വന്നപ്പോൾ കണ്ടതാണ്. കല്യാണം ഇന്നാണെന്ന് തോന്നുന്നു. ബട്ട് അതിന് മുമ്പ് തലേന്നായിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കരുതി വെഡ്ഡിങ് വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് കണ്ടു വന്നപ്പോഴാണ് അതിലെ ട്വിസ്റ്റ് ഞാൻ മനസ്സിലാക്കിയത്. 4 ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ വണ്ടി നിക്കറിട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും. സോ ഐ തോട്ട് ഐ ഗോ ടേക്ക് ഡ്രസ്സ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രസ്സ് എക്സാക്ട്ലി ഞാൻ കാണിച്ചു തരത്തില്ല, പക്ഷേ കുറേ ഡ്രസ്സ് ഇട്ടേണ്ടി വരുമല്ലോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ലെറ്റ്സ് ഗോ. സോ ദിസ് ഈസ് മൈ ഡാഡി ആൻഡ് മമ്മി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ച് എന്താ എനിക്കറിയില്ല. ഡാഡി ഭയങ്കര കൂളാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലായിരുന്നു. ദിസ് ഈസ് മൈ ഉള്ളി സിസ്റ്റർ. അപ്പോൾ വെയിലാണ് നിൽക്കാൻ കരിയണമെന്ന് വെച്ചാൽ ഷാളൊക്കെ ഇട്ട് വമ്പൻ ഷോ കാണിച്ചാണ് പോകുന്നത്. ഏതായാലേ ഇത് നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരുന്നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊരു വെഡ്ഡിങ് വ്ളോഗാണെന്ന്. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഇതിൽ ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അത് കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടംപോലെ പൈസ കൊടുത്തുകൊണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ആകെ ക്ഷീണിച്ച്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചാൽ എൻ്റെ ബയോയിൽ DUവിൻ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ഇന്ന് മൈൻസ് എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കുന്നത്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഗെയിം. ഇവിടെ എത്തിയപ്പം വീഡിയോയുടെ ആകെ ഇത് തന്നെ മാറി. ഇതൊരു ഗാംബ്ലിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ ആയിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് മീൻസ് ഒരുപാട് ഫെയിം എടുത്തവർ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അർജു, നിക് വ്ലോഗ്സ് ഇവരൊക്കെ ഇതിൻ്റെ പീക്കിൽ നിൽക്കുന്നവരാണ്. അതായത് ഒരുപാട് ഗാംബ്ലിംഗ് ആപ്സ് ഇവർ വഴി പ്രൊമോട്ട് ആവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ അക്കൗണ്ട് അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തോട്ടെ എന്ന്. പ്രൊമോട്ട് ചെയ്തോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ അക്കൗണ്ട് വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. അവരെ ഫോളോവേഴ്സ് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഫോളോവേഴ്സാണ് അവർക്കുള്ളത്. ഏകദേശം 1M അടുപ്പിച്ച് 1M നമ്മുടെ അർജുനുണ്ട്. നിക് ബ്ലോഗ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 3.2 എന്തോ അടുപ്പിച്ചുണ്ട്. പുള്ളിക്കാരുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ 178K. അതും ഒരു ചെറിയൊരു നമ്പറല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. ബട്ട് ഈ ഇല്ലീഗലായിട്ടുള്ള ബെറ്റിംഗ് ആപ്പ് എന്തിനവർ പ്രൊമോട്ട് ചെയ്യുന്നു? ഒരുപാട് വീഡിയോസ് ഇവർക്കെതിരെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മാറ്റവും ഇല്ലെന്നാണ്. ഫസ്മിന വെഡ്ഡിങ്ങിൻ്റെ ഇതേപോലത്തെ രണ്ടാമത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ഇതേ അവസ്ഥ തന്നെയാണ്. അത് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും വെഡ്ഡിങ് വ്ളോഗാണെന്ന്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഗാംബ്ലിംഗ് ആപ്പ് പ്രൊമോട്ടിംഗ് ആണ്. ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കാണാം. എന്ന് വിചാരിച്ചു. അപ്പോൾ ഷോക്ക് ഡ്രസ്സ് എടുക്കലെന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ്. ദുനിയാവിൽ ഒരു ഡ്രസ്സ് നോക്ക് പറ്റില്ല. അങ്ങനത്തെ ഇടങ്ങാറാണ് നോക്ക് ഡ്രസ്സ് എടുക്കൽ. ലാസ്റ്റ് ഞാൻ കൈ ഒഴിഞ്ഞു. അവിടെ ഒരു വട്ട സമ്മേളനം കൂടിയിട്ട് പോലും ഒക്കെ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്യില്ല. പിന്നെ ഞങ്ങൾ അർമാൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഭയങ്കര സിമ്പിളായിരുന്നു. ഞാനൊരു കുർത്ത അങ്ങ് സെലക്ട് ആക്കി. പിന്നെ ഉമ്മയ്ക്ക് പർദ്ദ എടുക്കാൻ പോയി. അതും ചടപടേന്ന് നടന്നു. പിന്നെ ഇത്താക്ക് ഡ്രസ്സ് എടുക്കാൻ അടുത്ത കടയിൽ പോയി. അവിടെ നിന്നിട്ട് ഓക്ക് ഒന്നും ഇഷ്ടമാകുന്നില്ല. ലാസ്റ്റ് ഓളെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. പിന്നെ ഓൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കട്ടെ ഹലാക്കെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ കയറി. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. തിരങ്കാതാണ് ഞാൻ എപ്പോഴും കളിക്കുന്ന ഗെയിമാണ്. ഇത് ഞാൻ നോർമലി ഏറ്റവും കൂടുതൽ കണ്ടില്ലേ, ഇതിൻ്റെ അവസാനം അതുപോലെ തന്നെയാണ് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ എന്തിനാണ് ഒരുപാട് ഇഷ്ടം പോലെ പ്രൊമോഷൻസ് വേറെ കിട്ടുന്നുണ്ട്. ഒരുപാട് പൈസ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. ഒരുപാട് കുട്ടികൾ ഫസ്മിനേരെ മാത്രമല്ല അർജു പോലത്തുള്ളവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ വീഡിയോസും കാണുന്നുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പം കൂടുതലും കുട്ടികളാണ് ഇതിലോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. കാരണം അവർക്കൊരു പിടിയില്ല. അവരാലോചിക്കുമ്പം എന്താ ഈ ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാം, ഇത്ര മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. അവർ നോക്കുമ്പോൾ ആദ്യം ചിലപ്പോൾ 5 രൂപ വയ്ക്കുമ്പോൾ ചിലപ്പോൾ 10 രൂപ കിട്ടും, 10 രൂപ വയ്ക്കുമ്പോൾ 20 കിട്ടും. അതുപോലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് പിന്നെ ഒരു അഡിക്ഷനാവും, ഗെയിം അഡിക്ഷനാവും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം 2 കേസ് ഞാൻ ഇവിടെ വയ്ക്കാം. അത് കുട്ടികൾ പോലുമല്ല, മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാർ അവസാനം ഒരു വഴിയുമില്ലാതെ അവർ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അതെന്തായാലും ഞാനിവിടെ വയ്ക്കാം. രണ്ട് ന്യൂസുണ്ട്. അത് കേരളത്തിൽ തന്നെ നടന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ നിക് വ്ലോഗ്സ് ഒക്കെ നല്ല കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് അവർക്കത് പ്രൊമോട്ട് ചെയ്തുകൂടാന്ന്. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, അത് ഒരു ഡൗട്ടും ഇല്ല. ഒരുപാട് ചെയ്യുന്നുണ്ട്, അതിനൊരു ഡൗട്ടും ഇല്ല. പക്ഷേ എന്ത് പറയാനാണ്, ഇങ്ങനത്തെ ഇല്ലീഗൽ ആക്കുകൾ എന്തിനാണ്
പ്രൊമോട്ട് ചെയ്തിട്ട് ഈ നല്ല കാര്യം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് അവർക്ക്? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. എല്ലാവരും പറയുന്ന നിക്ക് വ്ലോഗ്സിന്റെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല. യെസ്, ഉറപ്പാണ്. പുള്ളിക്കാരൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊരു ഡൗട്ടും ഇല്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനത്തെ ആപ്പുകൾ പുള്ളിക്കാരൻ വിചാരിച്ചാൽ ഇതിനേക്കാളും നല്ല രീതിക്കുള്ള പ്രൊമോഷൻസ് കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം അത്രയ്ക്കുള്ള ഫോളോവേഴ്സ് ലിസ്റ്റ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. ഈവൻ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും. അടുത്ത ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗിൾ ഗെയിംസ് ഇല്ലേ? ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യ കാലത്ത് എന്തോ 1xbet എന്തോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അതിനുശേഷം വന്നു. അത് തെറ്റ് പറ്റിയതാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്നേ വരെ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു ആപ്പും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിക്കാരനെ പോലെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പുള്ളിക്കാരന് കിട്ടിയ ഒരു ഓഫറുണ്ട്. അതായത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരന് കിട്ടിയ ഓഫറാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം എന്തായാലും. പറയണ സാധനം മറ്റേ സ്റ്റേക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ പൈസ മേടിച്ച് സെറ്റിലായേന്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബ്ലൈൻഡ് ഈ സ്പോർട്സിൽ ആരെ വേണേലും കോൺടാക്ട് ചെയ്ത് നോക്കാം. 10 കോടി രൂപയാണ് നമുക്ക് ഓഫർ ചെയ്തിരുന്നത്. എനിക്ക് ഓഫർ ചെയ്തിരുന്ന എമൗണ്ട്, അതായത് സ്റ്റേക്ക് പ്രൊമോട്ട് ചെയ്താൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ എമൗണ്ട് 10 കോടിയാണ്. അതില്ലേ 10 കോടി. ഈഗിൾ ഗെയിമിങ്ങിനെ പോലെ ഒരാൾക്ക് 10 കോടിയാണ് ഓഫർ ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നിക്ക് വ്ലോഗ്സിലായാലും നമ്മുടെ അർജുനായാലും എത്ര രൂപ കിട്ടി കാണുമെന്ന്. അതുപോലെ തന്നെ ഫസ്മിനയ്ക്ക് ഒരു ഓപ്പൺ ചലഞ്ച് വഴിയിട്ട് നമ്മുടെ എസ് അഭിജിത്ത്, പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ വയ്ക്കാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കാരണം ഇങ്ങനത്തെ കുറേ ഈ ഫസ്മിനയ്ക്ക് മാത്രമല്ല കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ പുള്ളിക്കാരൻ ഓപ്പൺ ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവരെ ഒരുപാട് ഓപ്പൺ ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നേ വരെ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആ ചലഞ്ച്. എന്തായാലും ഫസ്മിനയ്ക്ക് അതുപോലത്തെ ഒരു ചലഞ്ച് എസ് അഭിജിത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. വിശ്വസിച്ചിട്ട് ചെയ്യുന്ന പണി ഗാംബ്ലിംഗ് പ്രൊമോഷൻ. ഫസ്മിനയുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും സ്റ്റോറി ഇടുന്നുണ്ട് ഈ വീഡിയോ. അപ്പൊ ഇതാണ് പുതിയ ഫ്ലാറ്റ്. ഇതെങ്ങനെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ള പൈസ മാത്രം ഉണ്ടാക്കി. ഫസ്മിന ശരിക്കും ആരാണെന്ന് അറിയും? ഫസ്മിന ശരിക്കും തിരങ്ക എന്ന കളർ പ്രൊഡിക്ഷൻ തട്ടിപ്പിന്റെ ഏജന്റ് ആണ്. ഇതുപോലെ 2 ഇൻഫ്ലുവൻസർ ഏജൻസിനെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ തിരങ്ക പ്രൊമോട്ട് ചെയ്തതിന്. അവർക്കെതിരെ IPC സെക്ഷൻ 406, 420, 120B വെച്ചൊക്കെയാണ് കേസ് എടുത്തത്. അപ്പോൾ അവരുടെ പക്കൽ നിന്നും കുറെ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ചെയിനുകൾ തുടങ്ങി കള്ള നോട്ടുകൾ വരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ATM പോയി എടുക്കുന്ന പൈസ കള്ളനോട്ടായിരുന്നോ? ഇതാണ് ഈ തട്ടിപ്പാപ്പുകളുടെ ഏജന്റ് സെറ്റപ്പിന്റെ സ്ട്രക്ചർ. ഒരു പക്ക പിരമിഡ് സ്കീമാണ്. കറക്റ്റ് ഒരു പിരമിഡ് വരച്ച് അവർ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഫസ്മിന ഈ സ്കീമിലെ വലിയൊരു അംഗമായിരിക്കണം. വെറും ഒരു ഏജന്റ് അല്ല, VIP ഏജന്റ് ആയിരിക്കണം. കാരണം VIP ഏജന്റ്സിന് മാത്രമാണ് പ്രൈസ് അടിക്കുകയുള്ളൂ. ഗോൾഡ് ഇയറിംഗ്, ഗോൾഡ് റിംഗ്, നത്തിങ് ഫോൺ, ഡയമണ്ട് ജ്വല്ലറി, ബെൻസ് A ക്ലാസ്, സിഗ്നേച്ചർ വില്ല, ഇതൊക്കെയാണ് അവർ സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റ് എങ്ങനെ വാങ്ങിയെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇവർക്ക് ഈ ഫ്ലാറ്റ് ശരിക്കും ഒരു പ്രൈസ് ആയിട്ടാണ് കിട്ടിയെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് പ്രൊമോട്ടർ ഇവരായിരിക്കും. കാരണം അത്രയും പേരെ ചേർത്തതിനാണ് ഫ്ലാറ്റ് ഒക്കെ കൊടുക്കുന്നത്. ഹരിയാന പോലീസ് ചെയ്ത പോലെ പിടിച്ച് അകത്തിടേണ്ട കേസാണ്. അതല്ലെങ്കിൽ പിന്നെയുള്ള ചാൻസ് ഈ ഫ്ലാറ്റ് ഒക്കെ ഈ ആപ്പിന്റെ ആൾക്കാർ വാടകയ്ക്ക് എടുത്ത് കൊടുത്തതായിരിക്കണം. കൊച്ചിയിൽ ഒരു 1 BHK ഫ്ലാറ്റിന് മിനിമം 30 ലക്ഷം രൂപ കൊടുക്കണം. അത്രയും പൈസ ഗെയിം കളിച്ചാണ് ഉണ്ടാക്കിയെന്ന് ഫസ്മിനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റയിൽ ലൈവ് വന്ന് ഞാൻ തല മൊട്ടയടിക്കും, വെല്ലുവിളിക്കുകയാണ്. കണ്ടില്ലേ, പുള്ളിക്കാരൻ്റെ ഓപ്പൺ ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്മിന ഇതുവരെ ആ കാര്യം അക്സെപ്റ്റും ചെയ്തിട്ടില്ല, ഒരു റിയാക്ട് ചെയ്തിട്ടുമില്ല. ഒരു റിയാക്ഷൻ വീഡിയോ ഇതുവരെയും ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിക്കാരി ഒരു ഫ്ലാറ്റ് വാങ്ങി, കൊച്ചിയിലാണ് വാങ്ങിയതെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ പുള്ളിക്കാരി തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ, അതായത് പുള്ളിക്കാരിയുടെ കൂടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾ ഫസ്മിനായിട്ട് തെറ്റി. ആ സമയത്ത് പുള്ളിക്കാരി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് വെറും ഒരു റീൽസിന് വേണ്ടി പറയുന്ന കുറേ കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിൽ പോയി പെടാതിരിക്കുക.